സുരേഷ് ഗോപിജി കൊണ്ട് വല്ലാത്ത സൂര്യക്കേടാണ് ഗൈസ്. നാട്ടുകാർക്ക് മാത്രല്ല ഇപ്പൊ പാർട്ടിക്കാർക്കും. ഓരോ ദിവസവും ഓരോ കലിങ്കിൽ കയറി ഇരുന്നിട്ട് ഇപ്പൊ ഓരോ ചിന്തകളല്ലേ. കേരളം പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ആലപ്പുഴയിൽ കിട്ടണം. JP നഡ്ഡയോടും അത് തന്നെയാണ്. കലിങ്കിലിരിക്കുമ്പോ സുരേഷ് ഗോപിജിക്ക് പെട്ടെന്നൊരു തോന്നലായിരുന്നു, ആലപ്പുഴ ജില്ലക്ക് ഒരു എയിംസ് അങ്ങിട്ട് കൊടുത്തേക്കാം. BJP സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല. ഓഹോ, അങ്ങനെയാണോ? എന്നൊരു കാര്യം ചെയ്യാം, ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആ എയിംസ് എടുത്ത് നേരെ തൃശ്ശൂരുകാർക്ക് കൊടുക്കാം. അതെപ്പിടി അവകാശവാദം ഉന്നയിക്കാൻ കേരളത്തിൽ നിന്ന് ഒരാളെ ജയിപ്പിച്ചു വിട്ടെങ്കിൽ അത് എനിക്കുണ്ട്. അത് ആദരിക്കപ്പെടാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. പറയുന്നുണ്ട്. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ ചേട്ടാ. ശരിക്കും സുരേഷ് ഗോപിജിക്ക് എന്ത് പറ്റിയതാണാവോ? ഓരോ ജംഗ്ഷനിലും ഓരോ കലുകുതോറും ഓരോ എയിംസ്. അതാണാവോ മൂപ്പർ ഉദ്ദേശിച്ചത്? ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. തൃശ്ശൂരിന് തരില്ല എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ നിലപാട് ദുഷ്ടലാക്കാണെന്ന് ഞാൻ അടിവരയിട്ട് ഇവിടെ പറയുന്നു. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരുന്നു പറഞ്ഞ ആളാണ്. ആയിരിക്കണത് കണ്ടില്ലേ? ഇത് കേട്ടോണ്ടിരിക്കണ പാവ ആലപ്പുഴക്കാരുടെ അവസ്ഥ. വിഷമിക്കണ്ട, ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നും, പിന്നെ അത് ശീലായിക്കൊള്ളും. സംശയം ഉണ്ടെങ്കിൽ തൃശ്ശൂരാരോട് ചോദിച്ചാൽ മതി. അവിടെ ഇപ്പൊ രാജഭരണല്ലേ. ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു 5 മന്ത്രിമാരെ എന്റെ പ്രധാനമന്ത്രി തന്നാ മതി. വഴി ജനങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താം. ഏത്? ഇവർക്കെല്ലാം പ്രജ എന്ന് പറയാം, ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ വക്രമേ ഇവന്മാർക്കുള്ളൂ. പ്രജയോ? ഏത് പ്രജ? ഓ സോറി, മറന്നുപോയി. നിങ്ങൾ സ്വയം പ്രഖ്യാപിതരായാവാണല്ലോ അല്ലേ? രാജാവിനെന്ത് ക്യൂ, വഴിയൊരുക്കട മുൻപന്തിയിൽ. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. ഐ ആം ഇൻഡക്റ്റഡ്. ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ്. ബൈ ദ വൈ, നമ്മള് വിഷയത്തിൽ തന്നെ മാറി. അപ്പൊ പറഞ്ഞു വന്നത് സുരേഷ് ഗോപിജിയെ കൊണ്ട് പൊല്ലാപ്പ് പിടിച്ചിരിക്കുന്ന BJPയെ കുറിച്ച്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കേരളത്തിൽ എവിടെ എയിംസ് വേണം തീരുമാനിക്കുന്ന BJP സംസ്ഥാന കമ്മിറ്റി അല്ല, ഞങ്ങൾക്ക് പണിയില്ല. ഈ പറയുന്നവന്മാർക്കൊക്കെ എന്ത് മൂല്യമുണ്ട്, എന്ത് ജന്മോദ്ദേശമുണ്ട്? എന്നല്ല, മിനിറ്റിന് നിലപാട് മാറ്റാനും സ്വന്തം പാർട്ടിയെ സ്വയമേ ഏറിക്കയറ്റാനും കഴിവില്ലാത്തവർ സില്ലി പീപ്പിൾസ് അല്ല സുരേഷ് ഗോപിജി. പിന്നെ ഈ എയിംസിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും തീരുമാനം എടുക്കാൻ നിൽക്കണ്ട. ഞങ്ങളുടെ രായാവ് ഒരു ഉത്തരവങ്ങിട്ടിടും, അതനുസരിക്കാം, അത്ര മതി. അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് വളരെ വലുതായിരിക്കും. അറിയാലോ, സുരേഷ് ഗോപിജി ക്ഷിപ്രകോപിയാണ്. തൃശ്ശൂര് പ്രചരണ ഘട്ടത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞോ, എന്തൊക്കെ ചെയ്തോ, എന്തായിരുന്നു എന്റെ പെരുമാറ്റം, അതങ്ങനെ ഇപ്പോഴും ആവർത്തിക്കുന്നേ ഉള്ളൂ. ഒന്നും പുതിയതായിട്ടില്ല. അതെ അതെ, എന്തൊരു ശാന്തസുന്ദരമായ സംസാരം, സ്വസ്ഥം, സമാധാനം. എന്തൊരു ലാളിത്യമാണ് സുരേഷ് ഗോപിജിക്ക്. ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത് ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? സുരേഷ് ഗോപിജി, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ആലപ്പുഴയിൽ എയിംസ് കൊണ്ടിരുന്നു പറഞ്ഞിട്ട് ആദ്യം ഉണ്ടാക്കിയ തലവേദന, അവിടെയെല്ലാം തൃശ്ശൂരാണ് എയിംസ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് രണ്ടാമതുണ്ടാക്കിയ തലവേദന. ഇതൊന്നും പോരാഞ്ഞിട്ട് രാജാവിസത്തിൽ നിന്നുണ്ടാവുന്ന അധിക്ഷേപ തലവേദന. എല്ലാ തലവേദനകൾക്കും മറുപടി പറയാൻ നമ്മുടെ ജിമാര് കുറച്ച് കഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നും ഇല്ലാന്ന്, അതാ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ചൈന ഭാഷ പറയുന്നോടാ, അതൊക്കെ അദ്ദേഹം സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഭരത്ചന്ദ്രന്റെ ബാധ വിട്ടുപോവാതെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കുന്നത് ഉള്ളിലേക്ക് ആവായിച്ച് ഇപ്പോഴും സ്വപ്നലോകത്തെ ബാലഭാസ്കരനായിട്ടിരിക്കുന്ന സുരേഷ് ഗോപിജിയെ എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ജിമാരെ ജാഗ്രത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.